എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമുഖം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പൂഞ്ഞാറിലെ മന്നൻ, മന്നാതി മന്നൻ മുങ്ങിയിരിക്കുന്നു. നല്ല ഒന്നാം തരം പണി കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത്. നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, സീനിയറായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. നിങ്ങൾ എത്ര കാലമായി ഈ തരത്തിലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്നു എന്ന് കോടതി ചോദിച്ചിരുന്നു അത്രേ. കാരണം കോടതിക്കറിയാം ഇയാൾ മുൻപ് പലപ്പോഴും ഈ തരത്തിലുള്ള വളരെ മോശമായ വർഗീയ വിദ്വേഷം പരത്തിയിട്ടുണ്ടെന്നും അതിന് ഇയാൾ പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും കോടതി താക്കീതോടുകൂടി ഇയാൾക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ടെന്നും എല്ലാം കോടതിക്ക് അറിയാമല്ലോ. ആ ജാമ്യ വ്യവസ്ഥകളെ എല്ലാം ഇയാൾ ലംഘിച്ചുകൊണ്ടല്ലേ പിന്നെയും പിന്നെയും ഈ വർഗീയ വിഷം ചീറ്റുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്നും അതുകൊണ്ട് എല്ലാവരും അങ്ങ് പാകിസ്ഥാനിലേക്ക് പൊക്കോണമെന്നുമാണ് ഇദ്ദേഹം ചാനലിരുന്ന് പ്രഖ്യാപിച്ചത്. ഇതിനു മുൻപ് ഒരു RSSകാരനോ ഒരു സംഘപരിവാറുകാരൻ ആരെങ്കിലുമോ ഇത്തരത്തിൽ ഒരു തുറന്ന വർഗീയ വിഷം ചീറ്റിയതായി നമുക്കറിവില്ല. അവര് വർഗീയത പറയുമെങ്കിൽ തന്നെയും അവരവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറയുന്നതിന് കുറച്ചൊരു മയവും മര്യാദയും ഒക്കെ കാണിച്ചിരുന്നു. ഇതതുമല്ല. ഇത്രത്തോളം ഇയാൾ വിഷം ചീറ്റുന്ന ഒരു വർഗീയ വിഷസർപ്പമാണെന്ന് സത്യത്തിൽ തിരിച്ചറിയാതെ പോയ ഈരാറ്റുപേട്ടക്കാരോട് സഹതാപമാണ് എനിക്കുള്ളത്. ഇയാളെ ഇത്രത്തോളം ആക്കി തീർത്തതിന് പിന്നിൽ ഈരാട്ടുപേട്ടയിലെ മുസ്ലിം സമുദായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രത്തോളം ഇയാൾ അവിടെ മുസ്ലിങ്ങൾക്കിടയിലെ സർവ കാര്യക്കാരനായിരുന്നു, ഒരു വലിയ കാരണവരായിരുന്നു, ഒരു വലിയ ഔലിയെ പോലെയായിരുന്നു. ഇയാൾ പങ്കെടുക്കാത്ത ഒരു കാര്യവും അവിടുത്തെ മുസ്ലിം വീടുകളില്ല. അവരുടെ സ്വന്തം കുടുംബ കാര്യങ്ങളിൽ, അവരുടെ മക്കളുടെ വിവാഹ ചടങ്ങുകളിൽ, അവിടെ നടക്കുന്ന ഇസ്ലാമികമായ നേർച്ചകളിൽ പോലും ഇയാൾ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ഇയാൾ ആ കൂട്ടത്തിൽ ചെന്നിരുന്ന് ആമീൻ പറയുന്നു, ബിസ്മി ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, ദുആയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഇയാൾ പേര് കൊണ്ട് ഒരു ജോർജ് ആണെങ്കിൽ തന്നെയും ഇയാൾ ശരിക്കും ഒരു മൗലവിയായിട്ടായിരുന്നു അവരുടെ മുന്നിൽ ഇയാൾ വർത്തിച്ചിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ആ പാവം നാട്ടുകാർ കരുതിയത് ഇയാൾ ഭയങ്കര ഒരു ഇസ്ലാമിക സ്നേഹിയാണ്, ഒരു മുസ്ലിമിന്റെ മിത്രമാണെന്നാണ് അവർ ധരിച്ചത്. അവർ ഓരോ തെരഞ്ഞെടുപ്പിലും ഇയാൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അത്രത്തോളം സ്വന്തം കുടുംബത്തിലും സമുദായത്തിലും ഇയാൾക്ക് സ്ഥാനം കൊടുക്കുക ചെയ്തത്. അതിന്റെ എല്ലാം തിരിച്ചടിയല്ലേ അയാൾ ചാണകത്തിൽ ചവിട്ടിയപ്പോൾ അയാൾ കാണിച്ചത്? അത്രത്തോളം നന്ദികേടല്ലേ അയാൾ കാണിച്ചത്? ഈ തവണത്തെ വർഗീയ പരാമർശത്തിൽ പോലും അയാൾ പറയുന്നുണ്ട്, ഈരാട്ടുപേറ്റക്കാരെല്ലാം വർഗീയവാദികളാണ്, മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്, എല്ലാവരും പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്നുള്ള തരത്തിലെ സംസാരം. സത്യത്തിൽ എന്തിനും ഏതിനും ഒരതിരുണ്ടാകണം, ഏതിനും ഒരതിരുണ്ടാകണം. ഒന്നോർത്താൽ ഈ PC ജോർജ് ഒരു സീനിയർ പൊളിറ്റീഷ്യൻ അല്ലേ? KM മാണിക്കൊപ്പം PJ ജോസഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന, അത്രത്തോളമില്ലെങ്കിലും അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന, പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? അയാളുടെ മകൻ ഷോൺ ജോർജിന്റെ ഒരു വീഡിയോ കാണാനിടയായി. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു വീഡിയോ. അതിലയാൾ
അപ്പനെ അങ്ങ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൻ വലിയ ജനാധിപത്യവാദിയാണെന്നും ആ ഈരാറ്റുപേട്ടയിലുള്ള വർഗീയവാദികൾക്കെതിരെയാണ് അപ്പൻ പ്രതികരിച്ചെന്നും അപ്പൻ എപ്പോഴും മുസ്ലിം സമുദായത്തോടൊപ്പം നിന്നിട്ടുള്ള ആളാണെന്നുള്ള രീതിയിലുള്ള വല്ലാത്ത വെളുപ്പീരാണ് മോൻ പറയുന്നത്. അപ്പോൾ ആ ഷോൺ ജോർജിന്റെ വാക്കുകൾ കേട്ടാൽ തോന്നും നാളെ ഈ PC ജോർജിന്റെ കസേരയിൽ ഇയാളായിരിക്കും ഇരിക്കുക എന്ന്. ഈ അപ്പന്റെ ഇതേ സ്വഭാവ ഗുണങ്ങളോടുകൂടി തന്നെ ഒരു പാരമ്പര്യം നിലനിർത്താൻ പറ്റിയ ഒരു മകനാണെന്ന് തോന്നും ഈ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് ആ സ്ഥിതി. ഈ PC ജോർജ് ഒന്ന് ഓർക്കണ്ടേ, അയാൾക്ക് എന്ത് രാഷ്ട്രീയ ബലമുണ്ടായിട്ടാണ് അയാൾ UDF മെമ്പർ ആവുകയും അതുപോലെ തന്നെ ഒരു കേരളത്തിലെ അസംബ്ലിയിൽ ഒരു ചീഫ് വിപ്പായി അയാൾ പ്രവർത്തിച്ചതും. അതായത് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കിലുള്ള ഒരു സ്ഥാനമാണ് ചീഫ് വിപ്പ്. ഒരു മന്ത്രിക്കുള്ള എല്ലാ സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥാനമാണത്. അവിടെ അയാൾ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതിദായകന്റെ പണം ശമ്പളമായി പറ്റിക്കൊണ്ടല്ലേ അയാൾ അവിടെ ജീവിച്ചത്. ആ മനുഷ്യൻ സമൂഹത്തോട് അല്പം കടപ്പാടുള്ളവനായിരിക്കണ്ടേ. അധികാരം എന്നും നിലനിൽക്കണമെന്നില്ല, പക്ഷേ അധികാരമുണ്ടായാലും ഇല്ലാതിരുന്നാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ഒരു സമൂഹത്തോട് കാണിക്കേണ്ട മര്യാദ കാണിക്കാൻ അയാൾ തയ്യാറാകേണ്ടതല്ലേ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അയാളെ എടുത്ത് തേച്ച് ഭിത്തിയിലൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബർ സ്വാമി ബ്രഹ്മബുവർ അദ്ദേഹം പറയുന്നത് ഇയാൾ വായിൽ കൂടെ വിസർജിക്കുന്ന ആളാണെന്നാണ്. അദ്ദേഹം വളരെ തമാശപൂർവ്വം പറയുന്നുണ്ട്, വായിലൂടെ വിസർജിക്കുന്ന ഒരു ജീവിയും ദൈവത്തിന്റെ സൃഷ്ടിയിലില്ല, അത് ഇയാളാണ്. കാരണം അത്രത്തോളം നാറിയ വാക്കുകളാണ് ഇയാളുടെ വായിൽ നിന്ന് വരുന്നത് എന്നർത്ഥം. അതുപോലെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ന് ഇയാളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറ്റമല്ല, കാരണം എന്തിനും ഏതിനും ഒരു പരിധിയുണ്ട്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ ജനം ഒരിക്കലും സഹിക്കില്ല. തന്നെയല്ല, ആ അനീതി കൂടുതൽ കാലം ഈ ലോകത്ത് വെച്ച് പുലർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ തരത്തിലുള്ള വർഗീയ വിഷങ്ങളെ എല്ലാം ഒറ്റപ്പെടുത്തുകയും ഭാവി രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചിന്തിക്കണം എന്ന് മാത്രമാണ്. ഇനിയും ഈ നേർമുഖം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാകണം. അതൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.